തൃശ്ശൂരിൽ നിന്നും MS ലിഷോയും വയനാട് നിന്നും M കമലും ചേരുന്നുണ്ട്. ലിഷോയി, തൃശ്ശൂരിലെ കോർപ്പറേഷൻ പരിധിയിലെ പോളിംഗ് പെർസെൻറ്റേജ്, പിന്നീട് മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ രാവിലെ മുതൽ കണ്ട ചടുലത ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ? ലിഷോയ്. തീർച്ചയായും, അതായത് പോളിംഗ് പെർസെൻറ്റേജ് ഉയരുക തന്നെയാണ്. ഏകദേശം 60.09% പോളിംഗ് ആണ് നിലവിൽ ജില്ലയിൽ ആകമാനമുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് വരവൂരിലാണ്. വരവൂരിൽ ഈ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിരയില്ലെങ്കിൽ പോലും സാമാന്യം നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് എല്ലായിടങ്ങളിലും ഉള്ളത്. ഈ കോർപ്പറേഷൻ പരിധിയിലും മികച്ച പോളിംഗ് തന്നെയാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഗുരുവായൂരിലും ചാലക്കുടിയിലും ഉൾപ്പെടെ ഈ മുനിസിപ്പൽ മേഖലകളിലൊക്കെ തന്നെ ഗുരുവായൂരിൽ 57%, ചാലക്കുടിയിൽ 58% പോളിംഗ് ശതമാനം കടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലും ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ 59-60%-ലധികം തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പോരാട്ടം തന്നെയാണ് ജില്ലയിലെ പല ഇടങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും തന്നെ കണക്കാക്കുന്നത്. ഈ ജില്ലയിലെ മൊത്തം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 86 പഞ്ചായത്തുകളിൽ 64 LDF ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം നടത്തുന്നത്. 21 മാത്രമാണ് UDF ഉള്ളത്, ഒരിടത്ത് BJPയും ഉണ്ട്. ആകെ നഗരസഭകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 7 നഗരസഭകളിൽ 5 LDF തന്നെയാണ്, 2 മാത്രമാണ് UDFന് ഭരണമുള്ളത്. ജില്ലാ പഞ്ചായത്തും LDFിൻ്റെ ഭരണസമിതി തന്നെയാണ്. അങ്ങനെ വലിയ തോതിൽ എല്ലാ ഇടങ്ങളിലും ഒരു അപ്രമാദിത്വം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് ജില്ലയിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ വലിയ മാറ്റം വരുത്തുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് മറ്റു മുന്നണികളൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടം തന്നെ നടക്കുന്നു. പോളിംഗ് പെർസെൻറ്റേജും ഉയരുകയാണ്.